ഇന്ന് ചെയ്യുന്ന 8 കിലോയുള്ള ഒരു വാനില കേക്കാണ് കേട്ടോ. 3 ടയറാണ് കേട്ടോ എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 ഇഞ്ച്, 9 ഇഞ്ച്, 7.5 ഇഞ്ച് അങ്ങനെ 3 ടിന്നിലായിട്ട് 4 കിലോ ബാറ്റർ വീതം 2 പ്രാവശ്യമാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ബേക്ക് ചെയ്യുന്നത് 2 ലെയർ വീതം ഓരോ ടിന്നിൽ ചെയ്യുന്ന കേക്കും കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം ബേക്ക് ചെയ്ത് 4 ലെയർ വീതം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വാനില ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഫീലിംഗ്സ് ഒന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തെ ലെയർ 12 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്ത കേക്ക് ഞാനിവിടെ 14 ഇഞ്ചിൻ്റെ സ്ക്വയർ ബോട്ടിലാണ് കേട്ടോ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓരോ കേക്ക് 4 ലെയർ വീതം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. അവർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫിസിയോതെറാപ്പി സെൻ്ററിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവർക്ക് ടയർ കേക്ക് വേണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ഡോക്ടറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തെങ്കിലും അവരൊന്നും സെലക്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ അവസാനം അവർ പറഞ്ഞത് സ്ക്വയർ കേക്കിൻ്റെ തന്നെ തട്ടുള്ള കേക്ക് വേണം, ചേച്ചി ഒരു 3 തട്ടെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അവരൊരു ലോഗോ അയച്ചു തന്നിട്ട് പറഞ്ഞു ഈ ലോഗോ ആ കേക്കിനകത്ത് വെക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ലോഗോ നോക്കിയപ്പോൾ പിങ്ക് കളറിലുള്ള ഒരു ലോഗോ ആയിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു കേക്കിന് പിങ്ക് കളർ ഷെയ്ഡോടെ കൊടുത്ത് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കേക്ക് നല്ല തിക്കായിട്ടുള്ള ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ലെയർ വെച്ചു കേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ഫിനിഷ് ചെയ്ത് കേക്ക് പിറ്റേന്ന് കേട്ടോ സ്റ്റാക്ക് ചെയ്യുന്നത്. ഓരോ കേക്ക് 4 ലെയർ വീതം തന്നെയാണ് കേട്ടോ ഉള്ളത്. ഏറ്റവും താഴത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് ചെയ്താണ്. അത് 4 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട്. രണ്ടാമത്തെ ടയർ എന്ന് പറയുന്നത് 9 ഇഞ്ച് ടെണ്ണി ചെയ്ത കേക്കാണ്. അത് 3 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ കേക്ക് എന്ന് പറയുന്നത് 7.5 ഇഞ്ച് ടെണ്ണി ചെയ്ത കേക്കാണ്. അത് 2 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓവറോൾ വെയിറ്റ് എന്ന് പറയുന്നത് 9-9.5 കിലോളം വെയിറ്റ് ഉണ്ട് കേട്ടോ കേക്കിന്. കേക്ക് എടുത്ത് സ്റ്റാക്ക് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ടയറാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ 2 സ്ക്യൂറൊക്കെ കുത്തിയാണ് കേട്ടോ അത് നിങ്ങളുടെ അടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ കേക്കൊക്കെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു കേട്ടോ. ഡെലിവറി ചെയ്ത സമയത്ത് അവിടെ കുറേ പ്രായമുള്ള ആളുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോഴേ കേക്ക് മേശപ്പുറത്ത് വെച്ചപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മേശയുടെ അത്രയുള്ള കേക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ഇവർ 8 കിലോ കേക്കെന്ന് വിചാരിച്ചപ്പോൾ ഈ മേശയുടെ അത്ര വലിപ്പമുള്ള കേക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടുത്തെ സെൻറ്ററിലെ ആൾക്കാർ പറഞ്ഞത് എന്നോട് ടയർ കേക്ക് ചെയ്യാനാണ്. അത് അവരറിയുന്നില്ലല്ലോ. ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാത്രിയായിട്ട് എനിക്ക് ബാലൻസ് പേയ്മെൻറ്റ് തരാഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചപ്പോൾ ആ കുട്ടി ചോദിച്ചു ചേച്ചി എത്രയാണ് ഈ കേക്കിൻ്റെ വെയിറ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 9 കിലോയ്ക്ക് മുകളിലുണ്ട്, നിങ്ങൾ 8 കിലോയിലെ വെയിറ്റ് പറഞ്ഞത്, ഞാൻ 9 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എടുത്ത വയലാ കുട്ടി പറഞ്ഞു അത്രയ്ക്കൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് കേട്ടോ. ഇത് കേട്ട പാതി ഞാനങ്ങ് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം നമ്മൾ നോർമലി ഒരു കേക്ക് ചെയ്യുമ്പോൾ തന്നെ 1.25 കിലോളം വെയിറ്റ് വരാറുണ്ട് കേട്ടോ. നമ്മൾ ഫില്ലിങ്സ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ 1.5 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് പോകാറുണ്ട്. അപ്പോൾ ഇത്രയും 8 കിലോ ഉള്ള ഒരു കേക്ക് എന്ന് പറയുന്നത് എത്ര കിലോ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പേജുകൾ, എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ എൻ്റെ പേജും ഒക്കെ അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ കേക്ക് ചെയ്യുന്ന വീഡിയോ ഇതിനകത്ത് കാണും, അല്ല നിങ്ങളുടെ കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടും. ഞാൻ ആരും പറ്റിക്കാൻ വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ഇതുവരെ ആരും കേക്കിന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർ എന്നോട് തിരിച്ച് സോറി പറഞ്ഞു. ചേച്ചി അവിടെയുള്ള ആരോ ഇതുപോലൊരു സംശയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് ചോദിച്ചതാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾ ആ കേക്ക് എടുത്ത് വെയിറ്റ് പൊക്കി നോക്കിയായിരുന്നു? നിങ്ങൾ എന്നെ കൊണ്ട് എടുത്ത് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കേക്ക് ഞാനിവിടെ വെയിങ് മെഷീനിൽ വെച്ച് വെയിറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം അത് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. കുഞ്ഞ് വെയിങ് മെഷീനാണ്. അവസാനം എന്നോട് ആ കുട്ടി സോറിയൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും അത് ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള സെൻറ്ററുകളിലൊക്കെ നിങ്ങൾ കേക്ക് മേടിക്കുമ്പം റെക്റ്റാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് വലിയ കേക്കുകൾ വാങ്ങിക്കണം കേട്ടോ. ഇതുപോലത്തെ ടയർ കേക്ക് മേടിച്ച് നമ്മൾ എന്തിനാണ് ഹോം ബേക്കേഴ്സിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും വിഷമത്തോടെ ആണെങ്കിലും ഞാൻ ഈ കേക്കിൻ്റെ സ്റ്റോറിയുടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ.